നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് അതിൽ നിന്നും പരമാവധി ലാഭം കിട്ടണം. അതിനുവേണ്ടി കുറച്ച് റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണ്. ഷെയർ ട്രേഡിംഗ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഷെയർ ട്രേഡിംഗ് പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇനി ഇത് പഠിച്ചാൽ തന്നെ ട്രേഡിംഗ് നടക്കുന്ന അതേ സമയം നിങ്ങൾക്ക് ഓഫീസിൽ ജോലി ഉണ്ടായിരിക്കും. ഒരു മിനിറ്റ് സ്ക്രീനിൽ നിന്ന് നോട്ടം മാറിയാൽ തന്നെ നഷ്ടം പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഷെയർ ട്രേഡിംഗ്. അതുകൊണ്ട് ഓഫീസ് ജോലിയുടെ ഇടയിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാനും പറ്റില്ല. അതേപോലെ മാർക്കറ്റ് റിസർച്ച് ഒന്നും നടത്താനുള്ള സമയവും നിങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. അതാണ് എക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന് പുറമെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരാൻ പറ്റുന്നത് എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 85% പേരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലാണ്. പക്ഷേ എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ഇതുവരെ പിടികിട്ടാത്തതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം പറ്റിയ കഥകൾ കേട്ടതുകൊണ്ട് ഒരു പേടി കാരണം എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവരുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ വെച്ച് എന്താണെന്ന് ഞാൻ പറയാം. അതോടൊപ്പം എന്തൊക്കെ തരം എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇതിൽ എന്തൊക്കെ തരം റിസ്ക് ഉണ്ട്, ഇതിൽ എന്തെല്ലാം തരത്തിലാണ് നമുക്ക് ലാഭം കിട്ടുക, ഇതിൻ്റെ ടാക്സ് എന്തെല്ലാമാണ്, ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യാം. ഞാൻ അരുൺ, വിശിക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ആദ്യം തന്നെ എന്താണ് എക്വിറ്റി മ്യൂച്വൽ ഫണ്ട്? എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കൂട്ടം കമ്പനികളുടെ ഷെയറുകൾ ചേർത്തിട്ടാണ് ഒരു എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കുന്നത്. എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് തന്നെ ഒരുപാട് എണ്ണമുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കമ്പനികളുടെ ഷെയറുകളുടെ ലിസ്റ്റിനെയാണ് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയാൽ അതിൽ ചിലപ്പോൾ 20 കമ്പനികളുടെ ഷെയർ ഉണ്ടാവാം, 30 കമ്പനികളുടെ ഷെയർ ഉണ്ടാവാം, ചില മ്യൂച്വൽ ഫണ്ടിൽ 100 കമ്പനിയുടെയൊക്കെ ഷെയറൊക്കെ ഉണ്ടാവാം. സോ ഒരു എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഏതെല്ലാം കമ്പനികളുടെ ഷെയറുകളാണ് ഉള്ളത്, ആ കമ്പനികളിലെല്ലാമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ കമ്പനികൾക്ക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ആ കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ വാല്യൂവിനും ഗ്രോത്ത് ഉണ്ടാവും, അതനുസരിച്ച് നമ്മുടെ നിക്ഷേപത്തിനും ഗ്രോത്ത് ഉണ്ടാവും. ഇതാണ് ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ 500 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അവിടെ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും ഈ എല്ലാ കമ്പനികളുടെയും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് പറ്റുന്നത്? ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഓക്കെ, ഈ ഒരു 30 ഷെയറുകൾ വാങ്ങാനുള്ള പണം അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് ഇത്രയും ഷെയറുകൾ വാങ്ങാൻ പറ്റുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. നമ്മളൊരു പച്ചക്കറി കട പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ കഷ്ണം അല്ലെങ്കിൽ സാമ്പാർ പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങാൻ കിട്ടും. ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാമ്പാറോ അവിയലോ വെക്കാൻ ആവശ്യമായ പച്ചക്കറികളെല്ലാം കൂടെ ഒരു കിറ്റിലാക്കി നമുക്ക് തരും. സോ ഈ ഒരു സാമ്പാർ കട്ട് അല്ലെങ്കിൽ സാമ്പാർ കഷ്ണം എന്ന് പറയുന്നത് പോലെയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ യൂണിറ്റുകൾ ഉള്ളത്. ഓരോ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ യൂണിറ്റുകൾ ചേർത്താണ്. ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ കമ്പനികളുടെ ഷെയറുകളും ആ ഓരോ യൂണിറ്റിലും ഉണ്ടായിരിക്കും. ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഈ ഒരു യൂണിറ്റിൻ്റെ വില, നെറ്റ് അസറ്റ് വാല്യൂ, NAV എന്ന് പറയും, അതൊരു എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും. ഓരോ ഇൻവെസ്റ്ററും എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അയാൾക്ക് അത്രയും യൂണിറ്റുകൾ കിട്ടും. ഉദാഹരണത്തിന് 10 രൂപ NAV ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരാൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 10 യൂണിറ്റ് കിട്ടും. ഇതേ സമയം അവിടെ ഒരാൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 100 യൂണിറ്റുകൾ കിട്ടും. സോ ഓരോ യൂണിറ്റിലും ആ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ ഷെയറുകളും ഉള്ളതുകൊണ്ട് എത്ര കുറവ് തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും ഈ കമ്പനികളുടെയൊക്കെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ പോർട്ട്ഫോളിയോയിലുള്ള ചില ഷെയറുകൾക്ക് 1000 രൂപയോ 2000 രൂപയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഒക്കെ വിലയുണ്ടാവും. അപ്പോൾ 500 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആ കമ്പനികളുടെ ഷെയർ വാങ്ങാൻ പറ്റുന്നത്? നമുക്ക് വീണ്ടും നമ്മളുടെ സാമ്പാർ കട്ടിലേക്ക് വരാം. ഈ സാമ്പാർ കിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ചേനയോ മത്തങ്ങയോ പോലുള്ള പച്ചക്കറികളുണ്ടാവും. പക്ഷെ അത് മുഴുവനായിട്ടുണ്ടാവില്ല. നമുക്കൊരു സാമ്പാർ വയ്ക്കാൻ ആവശ്യമുള്ള എത്രയാണോ അത്രയും മുറിച്ചിട്ടാണ് അതിൽ വെച്ചിട്ടുണ്ടാവുക. ഇതേപോലെ തന്നെയാണ് ഈ വലിയ ഷെയറുകളുടെ കാര്യം. ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു 30 ഷെയർ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഷെയറുകളുടെ എല്ലാം മുഴുവൻ ഷെയർ ഉണ്ടാവില്ല, അതിൻ്റെയൊക്കെ ഓരോ കഷ്ണങ്ങളാണ് ഉണ്ടാവുക. ചെറിയ ഓരോ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിനകത്ത് എല്ലാ ഷെയറുകളുടെയും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. എല്ലാ ഷെയറുകളും അവിടെ ഉണ്ടാവും, മുഴുവനായിട്ടില്ലെങ്കിലും. അപ്പോൾ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കും അയാൾക്ക് ഈ എല്ലാ ഷെയറുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഈ കമ്പനികളുടെ എല്ലാം ഗ്രോത്തിനനുസരിച്ച് ഇയാളുടെ നിക്ഷേപത്തിനും ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ ഇയാളെ കൊണ്ടും പറ്റും. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗുണം. പക്ഷേ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലുള്ള
ഷെയറുകളൊക്കെ ഷെയർ ട്രേഡിങ്ങിലൂടെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മുഴുവൻ ഷെയറും വാങ്ങാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടും മിനിമം എമൗണ്ട് 500 രൂപ 1000 രൂപ എന്നൊക്കെ പറയുന്നൊരു എമൗണ്ട് ഉണ്ട്. ആ ചെറിയ എമൗണ്ട് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഷെയറിൻ്റെയൊക്കെ ഒരു ഭാഗം നമുക്ക് വാങ്ങാൻ പറ്റും. അതിനർത്ഥം ആ ഷെയറുകളുള്ള കമ്പനികളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ തരത്തിലുണ്ട്? എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ലാർജ് ക്യാപ്പ്, അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യത്തെ 100 കമ്പനികളുടെ ഷെയറുകൾ വെച്ചുണ്ടാക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ. സോ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് അവർക്ക് ഇഷ്ടമുള്ള ഷെയറുകൾ ചേർത്ത് അവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടാകാം. പക്ഷേ അവിടെയുള്ള നിബന്ധന ഈ ഷെയറുകൾ എടുക്കുന്നതിൽ ഒരു 80% ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ, അതായത് ഷെയർ മാർക്കറ്റിലെ ആദ്യത്തെ 100 കമ്പനികളുടെ ഷെയറുകളുടെ ഉള്ളിൽ നിന്ന് മാത്രമേ ഈ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ട ഷെയറുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഈ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ഇതൊക്കെ വലിയ വലിയ കമ്പനികളാണ്. അപ്പോൾ ആ കമ്പനികൾ പിന്നീട് നഷ്ടത്തിലാവാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ലാർജ് ക്യാപ്പിന് റിസ്ക് കുറവാണ്. പക്ഷേ അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടാനുള്ള റിട്ടേൺസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി ഡെവലപ്പായിട്ട് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയ വലിയ കമ്പനികളാണ്. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കരമായൊരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഒരു ആവറേജ് ഗ്രോത്ത് ഒക്കെ ഇതിന് കിട്ടും. അടുത്ത കാറ്റഗറി മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളാണ്. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഷെയർ മാർക്കറ്റിലെ 101ാമത്തെ കമ്പനി മുതൽ 250ാമത്തെ കമ്പനി വരെയുള്ള ഒരു സെഗ്മെൻറ്റാണ് മിഡ് ക്യാപ്പ്. അപ്പോൾ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ കൂട്ടത്തിൽ നിന്നുള്ള കമ്പനികളുടെ ഷെയർ വെച്ചിട്ട് വേണം ഇതിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ. മിഡ് ക്യാപ്പിന് ലാർജ് ക്യാപ്പിനേക്കാളും കുറച്ചുകൂടെ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയും ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള കമ്പനികളാണല്ലോ ഇതിൽ കൂടുതലും ഈ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഇനിയും ഗ്രോത്ത് ഉണ്ടാവും, അതനുസരിച്ചുള്ള റിട്ടേൺസ് നമ്മുടെ നിക്ഷേപത്തിനും കിട്ടും. പക്ഷേ ഇവിടെ റിസ്ക് കുറച്ചുകൂടെ കൂടും. ലാർജ് ക്യാപ്പിനേക്കാളും മിഡ് ക്യാപ്പിന് കുറച്ചുകൂടെ റിസ്ക് കൂടുതലാണ്. കാരണം ഈ കമ്പനികൾ ഇനി ഡെവലപ്പ് ആവുമോ അതോ അങ്ങനെ തന്നെ നിൽക്കുമോ അതോ ഡൗൺ ആവുമോ എന്ന് നമുക്കറിയില്ല. സോ ഈ കമ്പനികളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് മിഡ് ക്യാപ്പിന് ലാർജ് ക്യാപ്പിനേക്കാളും കുറച്ച് റിസ്ക് കൂടുതലാണ്. ഇനി വരുന്നതാണ് സ്മോൾ ക്യാപ്പ്, അതായത് ഈ 250ാമത്തെ കമ്പനിക്ക് താഴെ വരുന്ന മറ്റ് കമ്പനികളുടെ ഷെയറുകൾ ചേർത്താണ് ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാക്കുക. സ്മോൾ ക്യാപ്പിനാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസിനുള്ള സാധ്യത. കാരണം എന്താ, പുതിയതായിട്ട് തുടങ്ങിയ കമ്പനികളുടെ ഷെയറുകളാണ് അതിലുണ്ടാവുക. അപ്പോൾ ആ കമ്പനികൾ പിന്നീട് പെട്ടെന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും, അതിനനുസരിച്ച് നമ്മുടെ നിക്ഷേപത്തിൻ്റെ വാല്യൂ കൂടും. അതേപോലെ റിസ്ക്കും കൂടുതലാണ്. കാരണം പുതിയ കമ്പനികളാണ്, ഇതൊക്കെ നന്നായി കഴിഞ്ഞാൽ ലാഭം കിട്ടും. പക്ഷേ ഇതൊന്നും വർക്കായില്ലെങ്കിൽ, ഇത്തരം കമ്പനികൾ തകരുകയാണെങ്കിൽ നമ്മുടെ നിക്ഷേപത്തിനും അതേപോലെ നഷ്ടം സംഭവിക്കും. സോ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ടുള്ള 3 സെഗ്മെൻറ്റ് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നുള്ളതാണ്. ഇനി ഇതിൽ തന്നെ ചില സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്, അപ്പോൾ 1ാമത്തെ കമ്പനി മുതൽ 250ാമത്തെ കമ്പനി വരെയുള്ള കമ്പനികൾക്കിടയിലുള്ള ഏത് കമ്പനിയുടെ സ്റ്റോക്ക് വെച്ചും ഇവിടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. അതാണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്. ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ ഗുണം എന്താ വെച്ചാൽ ലാർജ് ക്യാപ്പിനേക്കാളും കുറച്ചുകൂടെ റിട്ടേൺസ് അവർക്ക് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മിഡ് ക്യാപ്പിനേക്കാളും കുറച്ച് റിസ്ക് കുറയ്ക്കാനും പറ്റും. അതുകൊണ്ടാണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ്. പിന്നെ വരുന്നൊരു കാറ്റഗറി മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഈ ഒരു ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്പ് ഇതിലെല്ലാം വരുന്ന കമ്പനികളുടെ ഷെയറുകൾ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിലുള്ള റിസ്ക്കും ലാഭവും എല്ലാത്തിനും ഒന്ന് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ മൾട്ടി ക്യാപ്പിന് ചില നിബന്ധനകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ 25% വെച്ചാണ് ലാർജെന്നും മിഡെന്നും സ്മോളെന്നും ഷെയറുകൾ എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അതിനനുസരിച്ച് ലാർജ് ക്യാപ്പ് കമ്പനികളുടെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ എണ്ണം കൂട്ടുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കാരണം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനാണ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് കൊണ്ടുവന്നത്. ഇവിടെ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകളെല്ലാം ഉണ്ടാവും, മൾട്ടി ക്യാപ്പ് പോലെ തന്നെ. പക്ഷേ അത് എത്ര പെർസെൻറ്റേജ് വേണം എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു നിബന്ധനയില്ല. സോ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പരമാവധി ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ടൈപ്പ് വരുന്നത് സെക്ടോറൽ അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോ ഓരോ സെക്ടർ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ബാങ്കിങ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി എന്നൊക്കെ പറയുന്ന സെക്ടറുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും മ്യൂച്വൽ ഫണ്ടുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടെക്നോളജി ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ IT കമ്പനികളുടെ ഷെയറുകളാവും ഉണ്ടാവുക. ഇനി ഒരു ബാങ്കിങ് മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ, ഇന്ത്യയിലുള്ള പ്രധാന ബാങ്കുകളുടെ സ്റ്റോക്കുകളാണ് ആ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു സെക്ഷൻ അനുസരിച്ചും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സിറ്റുവേഷൻ കാരണം ചില സെക്ടറിന് മാത്രം ഭയങ്കര ഗ്രോത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ കോവിഡ് പോലുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് നല്ല ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഫാർമസ്യൂട്ടിക്കലിലെ ടോപ്പ് കമ്പനികളിൽ ഷെയർ എല്ലാം ചേർത്ത് മ്യൂച്വൽ ഫണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. അങ്ങനെ ചില സമയത്ത് ചില സെക്ടറുകൾക്ക് ഗ്രോത്തിന് സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ സെക്ടോറൽ അല്ലെങ്കിൽ തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇനി അടുത്ത ടൈപ്പ് ELSS ആണ്, അതായത് ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട്. സെക്ഷൻ 80C എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓൾഡ് ടാക്സ് റെജീം വഴി നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ സെക്ഷൻ 80C പ്രകാരം നമുക്ക് ഒരു വർഷം 1.5 ലക്ഷം രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അത് കിട്ടണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട് പോലെ ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽ 1.5 ലക്ഷം രൂപ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും തുക നമ്മളുടെ വരുമാനത്തിൽ നിന്ന് കുറച്ച് ബാക്കി തുക വെച്ച് നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ELSS അല്ലെങ്കിൽ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, 3 വർഷത്തേക്ക് നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത പണം എടുക്കാൻ പറ്റില്ല. 3 വർഷത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പണം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ന്യൂ ടാക്സ് റെജീമിൽ 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് ഒഴിവാക്കിയതുകൊണ്ട് ഓൾഡ് ടാക്സ് റെജീമിന് തന്നെ ഒരു ഇമ്പോർട്ടൻസ് പോയ പോലെയാണ്. സോ സെക്ഷൻ 80Cക്കും ആ ഒരു ഇമ്പോർട്ടൻസ് പോയി. അതുകൊണ്ട് ഇപ്പോൾ ELSS സ്കീമുകൾക്കും പഴയ ഒരു ഗ്ലാമർ ഇല്ല. ഇനിയുള്ളൊരു ടൈപ്പാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇതൊരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ Nifty 50 ഇൻഡെക്സ്, അതായത് നിഫ്റ്റിയിലുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ആദ്യത്തെ 50 കമ്പനികൾ, ഇതാണ് Nifty 50. അപ്പോൾ ഒരു Nifty 50 ഇൻഡെക്സ് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ 50 കമ്പനികളുടെ ഷെയറും ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലത് നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നൊരു ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. അവിടെയാണെങ്കിൽ നിഫ്റ്റിയിൽ 51 തൊട്ട് 100 വരെയുള്ള കമ്പനികളുടെ ഷെയറാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത, ഒരു ഫണ്ട് മാനേജറും അയാളുടെ ഒരു ടീമും ഇരുന്ന് മാർക്കറ്റ് റിസർച്ച് നടത്തി ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല ഷെയറുകൾ ചേർത്തിട്ടാണ് ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്. സോ അതൊക്കെ ആക്റ്റീവ്ലി മാനേജറാണ്. അപ്പോൾ ചില കമ്പനികളുടെ റിട്ടേൺസ് പറയുമ്പോൾ ആ സ്റ്റോക്കുകൾ ഒഴിവാക്കി പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പരമാവധി റിട്ടേൺസ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇനി പാസീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അവിടെ ഇത്രയും ആക്റ്റീവായിട്ട് മാർക്കറ്റ് റിസർച്ച് ഒന്നും നടത്തണ്ട. അവിടെ വളരെ സിമ്പിളായിട്ട് ഒരു ഇൻഡെക്സിൽ എത്ര സ്റ്റോക്കുകളുണ്ട് അതെല്ലാം കൂടെ ചേർത്തൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കിയാൽ മതി. അതാണ് ഇൻഡെക്സ് ഫണ്ടുകളിൽ ചെയ്യുന്നത്. ഇത്തരം ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത, ഇപ്പോൾ നമ്മളൊരു Nifty 50 അല്ലെങ്കിൽ Nifty 100ൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് കയറുന്നതിനനുസരിച്ച് നമ്മുടെ നിക്ഷേപത്തിൻ്റെ വാല്യൂ കൂടും. പക്ഷേ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആവുന്നതിനനുസരിച്ച് നമ്മുടെ നിക്ഷേപത്തിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഒരു 15 വർഷത്തേക്കോ 20 വർഷത്തേക്കോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നോക്കുന്നില്ല, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കയറുന്നതിനനുസരിച്ച് എനിക്ക് ലാഭം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു വാല്യൂ ഇടയ്ക്ക് കയറി ഇറങ്ങിയിട്ടാണെങ്കിലും ഒരു 10-15 കൊല്ലത്തെ ഒരു ടൈം ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. സോ ഇത്തരം ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാകുന്ന ഗ്രോത്തിനനുസരിച്ച് നമ്മുടെ നിക്ഷേപത്തിനും ഗ്രോത്ത് ഉണ്ടാവും. ഇനി ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന അഡീഷണൽ ചിലവുകൾ എന്തെല്ലാമാണ്? ആദ്യത്തേത് എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ ഷെയറുകൾ വേണം എന്നുള്ളത് ഒരു ഫണ്ട് മാനേജറും അയാളുടെ ടീമും മാർക്കറ്റ് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചിലവ് നമ്മളുടെ കയ്യിൽ നിന്ന് അവർ പിടിക്കും. അതിനുള്ളൊരു കമ്മീഷൻ നമ്മൾ കൊടുക്കണം. അതാണ് ഈ എക്സ്പെൻസ് റേഷ്യോ. ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും എക്സ്പെൻസ് റേഷ്യോ വ്യത്യസ്തമായിരിക്കും. സാധാരണഗതിയിൽ 1.5% മുകളിലുള്ള എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ് എന്നാണ് കണക്കാക്കുന്നത്. 0.5 മുതൽ 0.75 വരെയുള്ള എക്സ്പെൻസ് റേഷ്യോയുടെ പെർസെൻറ്റേജാണ് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ മാസവും സ്റ്റേറ്റ്മെൻറ്റ് വരും. ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നൊരു എമൗണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തോന്നും ഇവർ മുഴുവൻ തുകയും ഇൻവെസ്റ്റ് ചെയ്തോ, നമ്മുടെ എന്താ പൈസ ഒന്നും പിടിച്ചില്ലെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി അവർ നമ്മുടെ നിന്ന് പണം പിടിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പച്ചക്കറി കടയിലെ ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കടക്കാരൻ്റെ ലാഭം എത്രയാണെന്നായാലും എഴുതിയിട്ടുണ്ടാവില്ലല്ലോ. ഓരോ പച്ചക്കറിയുടെ വിലയിൽ തന്നെ ആ ലാഭം അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെയും മ്യൂച്വൽ ഫണ്ട് NAVയിൽ തന്നെ ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ എമൗണ്ടിനെ NAV കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര യൂണിറ്റാണ് നമുക്ക് കിട്ടുന്നത് അത്രയും യൂണിറ്റ് നമുക്ക് തരും. അപ്പോൾ ഈ NAV തന്നെ എക്സ്പെൻസ് റേഷ്യോ ഉള്ളതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട പണം അവർക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്ന എമൗണ്ടിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു 10 വർഷമോ 20 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചെറിയ പെർസെൻറ്റേജിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള റിട്ടേൺസ് കൂട്ടുപലിശയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ആ ഒരു തുക എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും, ഇപ്പോൾ SIP ആണെങ്കിൽ എല്ലാ മാസവും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് പോകും. അപ്പോൾ ഇത്രയും വർഷം ആ ഒരു എമൗണ്ട് പോകുമ്പോൾ ആ ഒരു ചെറിയ പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ലാഭമാണ് അവിടെ നമുക്ക് നഷ്ടമാവുന്നത്.
സോ എപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള മ്യൂച്വൽ ഫണ്ട് തന്നെ തിരഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് കുറച്ചുകൂടെ തുക അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഡെക്സ് ഫണ്ടുകൾക്ക് മറ്റ് എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇൻഡെക്സിനെ കോപ്പി ചെയ്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. പക്ഷേ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ കൃത്യമായിട്ട് മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് വേണം നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ആ മ്യൂച്വൽ ഫണ്ടുകൾക്കൊക്കെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. ഇനി വരുന്ന അടുത്തൊരു എക്സ്പെൻസ് ആണ് എക്സിറ്റ് ലോഡ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു എമൗണ്ട് എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ട് 1%, 2% അങ്ങനെ ഒരു എമൗണ്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി പിടിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതൊരു 11,000 രൂപയായി. അപ്പോൾ നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 1% എക്സിറ്റ് ലോഡെങ്കിൽ 110 രൂപ കമ്പനി പിടിക്കും. ബാക്കി തുക നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടുള്ളൂ. ഈ ഒരു എക്സിറ്റ് ലോഡ് കൊണ്ടുവന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കാതിരിക്കാൻ കൂടെ വേണ്ടിയാണ്. അതായത് 1 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സിറ്റ് ലോഡ് കൊണ്ടുവന്നത്. ഇനി മറ്റൊരു ലോഡ് ഉണ്ടായിരുന്നത് എൻട്രി ലോഡാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതേപോലെ 1%, 2% ഒക്കെ ആ ഒരു ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റിന് കമ്പനി പിടിക്കുമായിരുന്നു. പക്ഷേ സെബി ഇടപെട്ടിട്ട് ആ ഒരു എൻട്രി ലോഡ് എന്ന് പറയുന്ന പരിപാടി ഇല്ലാതാക്കി. സോ ഇവിടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നിക്ഷേപകർക്ക് പലപ്പോഴും സെബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവർ ആ സേഫ്റ്റി ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സോ ഈ റെഗുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്. ഇനി അടുത്ത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അടുത്ത ചിലവ് ഇതിൻ്റെ ടാക്സ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ല നമുക്ക് ടാക്സ് ഉള്ളത്, ഈ തുക പിൻവലിക്കുമ്പോഴാണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. അതിൽ നിന്ന് എത്ര ലാഭം കിട്ടിയാലും ടാക്സ് ഇല്ല. അത് പിൻവലിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ടാക്സ് വരിക. എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന് 2 തരം ടാക്സുകളാണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 20% നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. ലാഭത്തിൻ്റെ 20%, അല്ലാതെ നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ അല്ല. നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് 10,000 രൂപ ലാഭം കിട്ടി, 20% എന്ന് പറയുന്നത് 2,000 രൂപ. ആ 2,000 രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇനി 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഈ നിക്ഷേപം പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. ഉദാഹരണത്തിന് നിങ്ങളൊരു 5 ലക്ഷം രൂപ നിക്ഷേപിച്ചു, 1 വർഷത്തിനോ 2 വർഷത്തിനോ ശേഷം നിങ്ങൾ പിൻവലിക്കാൻ പോകുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും 1 ലക്ഷം രൂപയാണ് ലാഭം കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. ഇനി 1.25 ലക്ഷത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടിയെങ്കിൽ ഈ ലാഭത്തിൻ്റെ 12.5% നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 1,35,000 രൂപ ഇതിൽ നിന്ന് ലാഭം കിട്ടി. അപ്പോൾ 1.25 ലക്ഷത്തിന് മുകളിലുള്ളത് 10,000 രൂപയാണ്. അതിൻ്റെ 12.5% എന്ന് പറയുമ്പോൾ 1,250 രൂപ. അത്രയും തുക നിങ്ങൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് കൊടുക്കണം. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാക്കാനായിട്ടൊരു വഴിയുണ്ട്. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് പിൻവലിച്ചപ്പോൾ കിട്ടിയ ലാഭം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം പിൻവലിക്കുന്ന സമയത്ത് മുഴുവനും ഒറ്റയടിക്ക് പിൻവലിക്കാതെ നിങ്ങൾ ഒരു സാമ്പത്തിക വർഷത്തിൽ 1.25 ലക്ഷം രൂപ ലാഭം വരാത്ത രീതിയിൽ പണം പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സ് മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ചിലവുകൾ എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണ്? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഇതിൻ്റെ NAVയിലുള്ള ഗ്രോത്താണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു 1 ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ സമയത്ത് അതിൻ്റെ NAV 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് 1000 യൂണിറ്റുകൾ കിട്ടും. പിന്നീട് നിങ്ങൾ കുറേ നാളിന് ശേഷം ഒരു വർഷത്തിനൊക്കെ ശേഷം നിങ്ങൾ ആ പണം പിൻവലിക്കാൻ പോകുന്നു. ഈ സമയത്ത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് 110 രൂപയായിട്ട് മാറി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 110 രൂപ വെച്ച് ഒരു യൂണിറ്റിന് എന്ന് പറയുമ്പോൾ 1,10,000 രൂപ. സോ ഇവിടെ നിങ്ങൾക്ക് 10,000 രൂപ ലാഭം കിട്ടുന്നു. സോ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. ഇനി ഈ ലാഭം നിങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുണ്ടാവും. ഒന്ന് ഗ്രോത്ത് ഓപ്ഷനും ഒന്ന് ഡിവിഡൻഡ് ഓപ്ഷനും. നിങ്ങൾ ഡിവിഡൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV കൂടുമ്പോൾ ആ തുക ഡിവിഡൻഡ് ആയിട്ട് നിക്ഷേപകർക്കെല്ലാം ഈ കമ്പനി കൊടുക്കും. മ്യൂച്വൽ ഫണ്ടിൽ നിന്നും എല്ലാ മാസവും ഒരു വരുമാനം വേണം, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒരു വരുമാനം വേണം എന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഓപ്ഷൻ നോക്കാം. പക്ഷേ ഡിവിഡൻഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഡിവിഡൻഡ് തരുന്നതോടുകൂടി NAV എത്രയാണോ കൂടിയത് അത് കുറഞ്ഞിട്ട് പഴയ NAV തന്നെയാവും. നിങ്ങൾക്ക് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നൊരു എഫക്റ്റ്, കൂട്ടുപലിശ കിട്ടുന്നൊരു എഫക്റ്റിനുള്ള സാധ്യത വളരെ കുറയും. പിന്നെ ഈ ഡിവിഡൻറ്റിൻ്റെ ടാക്സ് വേറെ രീതിയിലാണ്. അതായത് ഒരു വർഷം 5,000 രൂപയേക്കാൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ
10% TDS പിടിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ 10% TDS പിടിച്ചിട്ട് കമ്പനി നിങ്ങൾക്ക് ഡിവിഡൻഡ് തരുള്ളൂ. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് നിങ്ങളുടെ ആ വർഷത്തെ വരുമാനത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ഏത് ടാക്സ് ലാബിലാണോ വരുന്നത് അത്രയും ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾ 20% ടാക്സ് ലാബിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ 20% ടാക്സ് കൊടുക്കേണ്ടി വരും. അതും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിടിച്ച TDS 10% നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതാണ് ഡിവിഡൻഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇനി ഗ്രോത്ത് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ട് NAV കൂടിക്കഴിഞ്ഞാൽ ആ കൂടിയ തുക വീണ്ടും അവിടെ തന്നെ ഇൻവെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ പിന്നീട് ഇതിനുണ്ടാവുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് കൂട്ടുപലിശ പോലെയാണ് ഇതിൽ നിന്നുള്ള റിട്ടേൺസ് കിട്ടുക. സോ നിങ്ങൾക്കിപ്പോൾ നിലവിൽ വരുമാനമുണ്ട്, നിങ്ങൾ കുറേ കാലം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു വെൽത്ത് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗ്രോത്ത് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മാസവരുമാനം കിട്ടാൻ, ഇപ്പോൾ റിട്ടയർഡ് ആയതിനു ശേഷം ഒരു എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് അതിൽ നിന്ന് മാസവരുമാനം കിട്ടാനൊക്കെയാണ് പ്ലാനെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് ഓപ്ഷൻ എടുക്കുക. സോ ഇതിനെ രണ്ടിനെയും കുറിച്ച് വിത്ത് എക്സാമ്പിൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കും. സോ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ലാഭം കിട്ടുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴാണ് നഷ്ടം സംഭവിക്കുന്നത്? നിങ്ങളൊരു ബാങ്കിൽ FD ആയിട്ടോ RD ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ള വിവിധ നിക്ഷേപ പദ്ധതികളുണ്ടല്ലോ, ഇത് എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്തായാലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആയിരിക്കും. പിന്നെ അതിൽ നിന്നൊരു പലിശ 5% 7% എന്ന് പറഞ്ഞൊരു എമൗണ്ട്, ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 10%-നേക്കാൾ കൂടുതലാണ് ഈ പറയുന്ന റിട്ടേൺസ്. 20% 30% ഒക്കെ കിട്ടുന്ന ചില ഫണ്ടുകളൊക്കെ ഉണ്ട്. ചില ടൈമിൽ അത്രയൊക്കെ റിട്ടേൺസ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും റിട്ടേൺസ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളെക്കാളും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ബെറ്റർ ഓപ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ അതോടൊപ്പം അവിടെ റിസ്ക്കും കൂടുതലാണ്. അവിടുത്തെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയൊക്കെ ക്യാപിറ്റൽ സേഫാണ്, നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ഒരു ഉറപ്പില്ല. അവിടെ നമുക്ക് ഈ റിട്ടേൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസും ആവാം. അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം പോലും നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV 100 രൂപയാണ്. നിങ്ങളൊരു 1 ലക്ഷം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു നിങ്ങൾ പണം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് 100 രൂപയിൽ നിന്നും 90 രൂപയായിട്ട് കുറഞ്ഞു. സോ നിങ്ങൾ നിക്ഷേപിച്ച 1 ലക്ഷത്തിന് ഇപ്പോൾ 90,000 രൂപയെ മൂല്യമുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നിക്ഷേപിച്ച പണം പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഇതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ നഷ്ടം സംഭവിക്കുക എന്ന് പറയുന്നത്. ഇത് പലർക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പ്രശ്നമാണ്, പറ്റിപ്പാണ്, നഷ്ടമാണ് എന്നൊക്കെ പൊതുവെ ഒരു ധാരണ ഉണ്ടാവാനുള്ള കാരണം. ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിന് തിരിച്ചു കയറി ലാഭം ഉണ്ടാക്കാനുള്ളൊരു ഗ്യാപ്പ്, ആ ഒരു സാവകാശം നമ്മൾ കൊടുക്കണം. സോ നിങ്ങളെപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചിന്തിക്കേണ്ടു. പിന്നെ 3 വർഷത്തിനുള്ളിലുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ആ 3 വർഷത്തിനുള്ളിൽ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമുക്ക് ആ പണം പിൻവലിക്കാൻ പറ്റില്ല. പിൻവലിക്കുകയാണെങ്കിൽ നഷ്ടത്തോടു കൂടി പിൻവലിക്കേണ്ടി വരും. സോ ഒരു 5 വർഷമെങ്കിലും മനസ്സിൽ കണ്ടിട്ട് വേണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നഷ്ടത്തിൻ്റെ സാധ്യത പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നഷ്ടസാധ്യത കുറയ്ക്കാനുള്ള അടുത്ത ഓപ്ഷൻ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ഒരു ക്യാപ്പ് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പാണ്. അപ്പോൾ നിങ്ങളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 10,000 രൂപയും കൊണ്ട് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് പരമാവധി ലാഭം കിട്ടും. നമുക്കൊരു 30% ചിലപ്പോൾ റിട്ടേൺസ് കിട്ടിയെന്ന് വരാം. അതേപോലെ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളാണ്. കാരണം അതിൻ്റെയൊക്കെ നെഗറ്റീവ് റിട്ടേൺസ് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച പണം പോലും തിരിച്ചു കിട്ടില്ല. ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇപ്പോൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4,000 രൂപ ലാർജ് ക്യാപ്പ്, 4,000 രൂപ മിഡ് ക്യാപ്പ്, 2,000 രൂപ സ്മോൾ ക്യാപ്പ്. അതാകുമ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഒരു ആവറേജ് ആയിട്ട് കിട്ടുകയും ചെയ്യും. റിസ്ക് വരുന്ന സമയത്ത് ഈ 2,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ഡൗൺ ആയാലും ബാക്കി 2 പിടിച്ചു നിൽക്കും. അങ്ങനെ നിങ്ങളുടെ നിക്ഷേപത്തിന് വലിയ നഷ്ടം വരാതെ നമുക്ക് മാനേജ് ചെയ്യാം. സോ ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈ റിസ്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഇനി മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 2 തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ ലംസം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു തുക ഒരുമിച്ചുണ്ട്, ഒരു 10 ലക്ഷം രൂപയുണ്ട്, 5 ലക്ഷം രൂപയുണ്ട്, അത് ഒരുമിച്ച് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള മിനിമം എമൗണ്ട് ചിലപ്പോൾ ഒരു 5,000 രൂപയാണെങ്കിൽ അതിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മിനിമം എമൗണ്ട് 500 രൂപയായിരിക്കും. സോ SIP ആണെങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ട എമൗണ്ട് വളരെ കുറവായിരിക്കും ലംസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങളൊരു സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ
നിങ്ങൾക്ക് ഒരു SIP എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു അച്ചടക്കം വരും. എല്ലാ മാസവും ഒരു കൃത്യമായ തുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. കുറേ കാലം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ SIP എമൗണ്ട് പിന്നീട് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കാലത്തേക്ക് SIP ഇൻവെസ്റ്റ്മെൻറ്റ് പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും മ്യൂച്വൽ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മാസശമ്പളത്തിൽ നിന്ന് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല. ബൾക്കായിട്ട് പക്ഷേ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലംസമായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിന് ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് SIPക്ക് ഉണ്ട്. ഉദാഹരണത്തിന് NAV 100 രൂപയുള്ള സമയത്ത് നിങ്ങളൊരു 1000 രൂപ ലംസമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഈ NAV 50 രൂപയായിട്ട് കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ വാല്യൂ എന്നുള്ളത് 1000-ൽ നിന്ന് 500 ആയിട്ട് കുറയും. പിന്നീട് മാർക്കറ്റ് തിരിച്ചു കയറി ഇത് 1000 രൂപയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാവുന്നവരെ വെയിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ പിൻവലിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ SIP ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കരുതുക. എല്ലാ മാസവും നിങ്ങൾ 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 100 രൂപ NAV ഉള്ളപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 യൂണിറ്റ് കിട്ടും. അടുത്ത മാസം NAV 50 രൂപയായിട്ട് കുറയുമ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 20 യൂണിറ്റുകൾ കിട്ടും. പിന്നീട് ഈ മാർക്കറ്റ് തിരിച്ചു കയറി NAV വീണ്ടും 100 രൂപ എന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടും. പക്ഷേ ലംസമാണെങ്കിൽ NAV 100 ആകുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപിച്ച അതേ തുക തിരിച്ചു കിട്ടും, ലാഭമൊന്നും ഉണ്ടാവില്ല. പക്ഷേ SIP ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തുക തിരിച്ചു കിട്ടും. ഈ മാർക്കറ്റ് ഡൗൺ ആയതിൻ്റെ കാര്യം നിങ്ങളെ ബാധിക്കില്ല. അതിനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത്. ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. സോ ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് SIPക്കേ ഉള്ളൂ, ലംസമിനില്ല. സോ ഇങ്ങനെ വരുമ്പോൾ ബൾക്കായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് STP എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്നതാണ്. അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ലംസം എമൗണ്ട് ആദ്യം ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിന് ഈ എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അത്ര റിട്ടേൺസ് ഒന്നും കിട്ടില്ല. പക്ഷേ ഒരു ബാങ്ക് FD എന്നൊക്കെ കിട്ടുന്ന പോലത്തെ റിട്ടേൺസ് അതിൽ നിന്ന് കിട്ടും. സോ നിങ്ങളുടെ ബൾക്ക് എമൗണ്ട് നമ്മൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ നിന്നും ഒരു നിശ്ചിത തുക എല്ലാ മാസവും അതേ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ മറ്റൊരു എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതിലൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപ വെച്ച് SIP ആയിട്ട് മറ്റൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള തുകയ്ക്ക് ഈ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് എത്രയാണോ, ഒരു 6%, 7% അത് കിട്ടുകയും ചെയ്യും. SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് എത്രയാണോ അത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ അഡ്വാൻറ്റേജും കിട്ടും. സോ ബൾക്കായിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പിന്നാലെ പോകുന്നതിനേക്കാളും STP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുന്നതാണ് നല്ലത്. ഈ STPയെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, വിത്ത് എക്സാമ്പിൾ ഉള്ള വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, കണ്ടു നോക്കും. സോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബേസിക് ഓപ്ഷൻ ലംസവും SIP ആണ്. ഇനിയുമുണ്ട് 2 കാറ്റഗറി. അതാണ് ഡയറക്റ്റും റെഗുലറും. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ആൾക്കാരൊന്നുമില്ല. റെഗുലർ എന്ന് പറയുന്നത് ഒരു ഏജൻറ്റ് ത്രൂ, ഒരു മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റ് ത്രൂ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് റെഗുലർ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും, റെഗുലർ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെഗുലർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. അതിന് കാരണം എന്താ? ഒരു ഏജൻറ്റ് വരുമ്പോൾ അയാൾക്കുള്ള കമ്മീഷനും കൂടെ വേണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെൻസ് റേഷ്യോ കൂടുന്നത് അതൊരു ചെറിയ പേഴ്സൻറ്റേജ് ആണെങ്കിലും ലോങ് ടേമിലേക്ക് വരുമ്പോൾ നമ്മുടെ ലാഭത്തിൽ കാര്യമായൊരു കുറവോടെ വരും. പണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻഷുറൻസ് ഏജൻറ്റുകളെ പോലെ മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റുകൾ ത്രൂ ആണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഡയറക്റ്റായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള പരിപാടി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ആപ്പുകളാണ്. ഇപ്പോൾ ഗ്രോ ആപ്പ് ഉണ്ട്, ET മണി ഉണ്ട്, IND മണി ഉണ്ട്, സെറോദ കോയിൻസ് ഉണ്ട്. ഇവരൊന്നും ഈ വീഡിയോനെ സ്പോൺസർ ചെയ്യുന്നില്ല, ഈ ആപ്പിനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ ആപ്പുകളിലൊക്കെ നമുക്ക് യാതൊരു കമ്മീഷനും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിലുള്ള വ്യത്യാസം ഇത് കാണുമ്പോഴുള്ള ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഇതിൻ്റെ ഇൻ്റർഫേസ് ചിലത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല, അത്രയൊക്കെ ഉള്ളൂ. ഇതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ആപ്പുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏതിൻ്റെ ഇൻ്റർഫേസ് ആണ്, ഏതിൻ്റെ യൂസേജ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം, നിങ്ങൾക്ക് SIP മോഡിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് SIPയുടെ എമൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും പിന്നെ SIP പോസ് ചെയ്യാനും ഇത് വിഡ്രോ ചെയ്യാനും എല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് ആരെ ആശ്രയിക്കേണ്ട, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്വന്തം ഫോൺ വെച്ച് ഇതൊക്കെ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല നമ്മൾ പല മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, പല കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആപ്പാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് ഓരോ സ്ഥലത്ത് തന്നെ കാണാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാനും എളുപ്പം തന്നെയാണ്. പക്ഷേ അവിടെയുള്ളൊരു കുഴപ്പം,
നമ്മൾ പല കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല. ഓരോ വെബ്സൈറ്റിലും കയറി നോക്കിയാലേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് വഴി ചെയ്യുമ്പോൾ വരുന്നുണ്ട്. പിന്നുള്ളൊരു ഓപ്ഷൻ ഡയറക്റ്റ് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓഫീസിലേക്ക് ചെല്ല. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ത്രൂ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ബാങ്കുകൾ ഇതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിക്കുന്നുണ്ട്, അവർ ത്രൂ നമുക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡയറക്റ്റ് ഓപ്ഷൻ തന്നെയാണോ ചൂസ് ചെയ്തത് എന്നുള്ളത് കൺഫേം ചെയ്യണം. ഇപ്പോൾ ബാങ്കിൻ്റെ മറ്റൊരു കമ്പനിയായിട്ട് ടൈപ്പിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ തരേണ്ടതാണ്. പക്ഷേ അവരിനി ഒരു ഏജൻറ്റിനെ പോലെ നിന്നിട്ട് റെഗുലർ ഓപ്ഷനാണ് തരുന്നതെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ കൂടും, നമ്മുടെ കയ്യിൽ നിന്നുള്ള ചിലവ് കൂടും. സോ ഡയറക്റ്റ് ഒരു ഓഫീസിൽ പോയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു വിശ്വാസമുണ്ട്, നമുക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു സ്ഥലം, കുറച്ച് ആൾക്കാരെയും കണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് ഓപ്ഷൻ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വിത്ത് ഡെമോ, അതായത് വെബ്സൈറ്റ് ത്രൂവും ആപ്പ് ത്രൂ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഡെമോ ഉള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടൊരു കാര്യം വേണ്ടത്, നമ്മളൊരു KYC രജിസ്ട്രേഷൻ ചെയ്യണം. നോ യുവർ കസ്റ്റമർ. നമ്മൾ ബാങ്കിൻ്റെ KYC ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഇവിടെ വേറെ KYC ചെയ്യണം. ഇതിനായിട്ട് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടൊന്നും എടുക്കണ്ട, നിങ്ങൾക്കൊരു സാധാരണ ബാങ്ക് അക്കൗണ്ട് മതി. നിങ്ങൾക്കൊരു പാൻ കാർഡ് വേണം, പിന്നെ ഒരു അഡ്രസ് പ്രൂഫ് വേണം, ഒരു റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് വേണം, പിന്നെ KYC ഫോം നമ്മൾ ഫില്ല് ചെയ്യണം, പിന്നെ ഒരു ഇൻ പേഴ്സൺ വെരിഫിക്കേഷനും വേണം, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു സിം വേണം. ഇതെല്ലാം കണക്റ്റഡ് ആവണം. ഈ ഫോൺ നമ്പറും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും കണക്റ്റഡ് ആവണം. ഒരു മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമ്മൾ ഈ KYC രജിസ്ട്രേഷൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ അടുത്ത് ഈ പറയുന്ന പാൻ കാർഡിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ് പറയുക. വെബ്സൈറ്റ് ആകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് ഒരു ഫയലാക്കി വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഈ KYC ഒക്കെ ചെയ്യാനായിട്ട്. ഒരു തവണ നമ്മൾ KYC ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഇതേവരെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ KYC ചെയ്യേണ്ടി വരും. പിന്നീട് നിങ്ങൾ ഏതൊക്കെ കമ്പനിയുടെ ഏതൊക്കെ തരം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും പിന്നീട് KYC ഒന്നും ചെയ്യേണ്ട. ഈ KYC ഒരു തവണ ചെയ്താൽ മതി. പിന്നെ പലർക്കുള്ളൊരു സംശയം, നമ്മളൊരു ആപ്പ് വഴി ഇൻവെസ്റ്റ് ചെയ്തു, പിന്നീട് ഈ ആപ്പ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ നിക്ഷേപിച്ച പണമൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അങ്ങനെയല്ല, നിങ്ങളൊരു ആപ്പ് വഴി ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്നൊരു മെയിൽ വരും. അതിൽ ഒരു ഫോളിയോ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫോളിയോ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കില്ല, അതുപോലെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അവിടെ ഇമെയിൽ ID, ഫോൺ നമ്പറും പാൻ കാർഡും കൊടുക്കേണ്ടി വരുന്നു മാത്രം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ എമൗണ്ട് അവിടെ കാണാം. സോ ഈ ആപ്പിന് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ നിക്ഷേപത്തിനൊന്നും പറ്റില്ല. നമുക്ക് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതവിടെ കാണാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനും പറ്റും. മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപം പിൻവലിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടു നോക്കൂ. സോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.